ഞാൻ 97 ജൂലൈ മാസത്തിലാണ് ചെന്നൈക്ക് വരുന്നത്. അവിടെ മേലൂർ പള്ളിയിൽ ചാർജ് എടുത്തിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ. പഴയാറ്റിൽ പിതാവ് എന്നെ വിളിച്ചു ഒരു ദിവസം വൈകുന്നേരം, അച്ഛൻ എല്ലാ പ്രവർത്തനവും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്നിട്ട് പിതാവ് പറഞ്ഞു എന്നോട്, അച്ഛനെ മദ്രാസിലേക്ക് വിടാൻ പോവാണ് എന്ന് പറഞ്ഞു. വിഷമില്ലാതിരിക്കാൻ വേണ്ടിയാണ്, എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. എന്തായാലും എനിക്കറിയില്ല ഇവിടെ എന്താണെന്നുള്ളത്. ഞാൻ സന്തോഷത്തോടെ അധികാരികൾ പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുക്കുന്നത്. പിതാവിനെയും പറഞ്ഞു എനിക്കൊരു പ്രയാസമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്ന് എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയായിരുന്നു 97 മുതൽ. ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് സൈക്കിളുണ്ട്, ഒരു തോൾസഞ്ചിയുണ്ട്. ആ തോൾസഞ്ചി തോളിലിട്ട് സൈക്കിൾ എവിടെ പോകും. അത് ആവടി ഭാഗത്തേക്ക് പോകും. അയനാപുരത്തുനിന്ന് ആവടി ഭാഗത്തേക്ക് പോകും. ആവടി അവിടെയൊക്കെ സൈക്കിൾ ഓടി പോകും. പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഭക്ഷണമൊക്കെ ഇടയ്ക്ക് അതിന് വീട്ടിൽ നിന്ന് കഴിക്കും. പോണ വഴിയിൽ അതിന് വീടുകളൊക്കെ കയറി ഇങ്ങനെ പോകും. അപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇൻഫോർമലായിട്ട് പോകുന്ന രീതി. അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായിരുന്നത്. അങ്ങനെയാണ് ഈ ആ കുടുംബങ്ങളെ കണ്ടെത്തുക. അപ്പോൾ എനിക്കറിയാം ഇവിടെയുള്ള അച്ഛന്മാരാണെങ്കിലും ഈ ഇരിഞ്ഞാലക്കുട രൂപത ഈ ചെന്നൈ മിഷൻ ഏറ്റെടുത്തിട്ട് 83 മുതൽ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇടവകളൊക്കെ ഉണ്ടായതെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യം അറിയാം. ഓരച്ഛന്മാരും അന്നത്തെ നിയമം എന്നെക്കാൾ മുന്നുണ്ടായിരുന്ന ചാപ്പിളയും കുറിച്ച് നിയമം ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 9 മണി വരെ ഒരച്ഛനും പള്ളിമുറിയിൽ ഇരിക്കാൻ അനുവാദമില്ല. മോട്ടോർ സൈക്കിൾ എടുത്ത് അല്ലെങ്കിൽ സൈക്കിൾ എടുത്ത് പൊക്കോളണം. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തമിഴിൽ മുറിത്തമിഴുകൾ അറിയുള്ളൂ. അത് വെച്ചിട്ട് ഇങ്ങ മലയാളി സിരിക്കതാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ കാണിച്ചു തരും, അന്ത വീട്ടിലിരിക്കുന്നത് ഒരു മലയാളത്താൻ. അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ഹിന്ദു വീടാണ്. അപ്പോൾ അവർ ചോദിക്കും ഇങ്ങ ഇടത്തിൽ ക്രിസ്ത്യൻസ് ഇരിക്കതാ. അപ്പോൾ അവർ ക്രിസ്ത്യൻ വീടെന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് ചെല്ലും. അങ്ങനെ അപ്പം ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരായിരിക്കും. ഇവിടെ RC ഇരിക്കതാ. അങ്ങനെ ചോദിച്ച് അങ്ങനെയാണ് ഓരോ വീടുകൾ ഓരോ അച്ഛന്മാർ കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഇടവകകൾ രൂപത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്.